നിലാക്കീറിലേക്ക് സ്വാഗതം. വളരെ പ്രശസ്തനായ ഒരു കവിയുണ്ടായിരുന്നു. പ്രതീക്ഷയെയും അതിജീവനത്തെയും കുറിച്ചാണ് അയാൾ നിരന്തരമായി എഴുതിയിരുന്നത്. വീട്ടുകാരുമൊത്തുള്ള ഒരു യാത്രക്കിടയിൽ അദ്ദേഹം ഓടിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടു. ഗുരുതരമായി പരിക്കേറ്റെങ്കിലും അയാൾ മാത്രമായിരുന്നു രക്ഷപ്പെട്ടത്. ആ സംഭവത്തിന് ശേഷം അയാൾ തീർത്തും ദുഃഖിതനായി, ആരോടും മിണ്ടാതെയായി, ഒന്നും എഴുതാതെയായി. ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലെത്തിയാൽ ആത്മഹത്യ ചെയ്യണമെന്ന് അയാൾ ഉറപ്പിച്ചു. ഒടുവിൽ ഒരു ദിവസം അയാൾ വീട്ടിലെത്തി. പ്രിയപ്പെട്ടവരുടെ ഓർമ്മ അയാളെ വല്ലാതെ ഞെരുക്കി. ജനാലക്കരികിൽ അയാളൊരു കവറ് കണ്ടു. ആകാംക്ഷയോടെ അത് തുറന്നു. അതിലിങ്ങനെയാണ് എഴുതിയിരുന്നത്: പ്രിയ കവി, താങ്കളിത് വായിക്കുമോ എന്നറിയില്ല, എങ്കിലും 2 വർഷം മുമ്പ് എനിക്കെൻ്റെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടപ്പോൾ ജീവിക്കാനേ തോന്നിയില്ല. ആ ദിവസങ്ങളിലാണ് നിങ്ങളുടെ പുസ്തകം ഞാൻ വായിച്ചത്. ആ വരികൾ എന്നെ ജീവിക്കാൻ സഹായിച്ചു. നിങ്ങൾ ഇനിയും എഴുതണം, കാരണം മനുഷ്യനെ ജീവിപ്പിക്കാനുള്ള വരം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞു. തൻ്റെ ജീവിത നിയോഗം തൻ്റെ വേദനകളെക്കാളും ശക്തമാണ് എന്നയാൾ തിരിച്ചറിഞ്ഞു. അതിനുശേഷം ജീവിതത്തിലെ ക്ലേശങ്ങളെ കടന്നു പോകാൻ അദ്ദേഹത്തിന് പ്രയാസമുണ്ടായിട്ടേയില്ല. കാരണം താൻ ജീവിച്ചിരിക്കുന്നത് എന്തിനാണെന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് ഉത്തരം ലഭിച്ചിരുന്നു. സ്വന്തം ജീവിത നിയോഗം തിരിച്ചറിഞ്ഞതിൻ്റെ ആത്മവിശ്വാസത്തോടെ നിൽക്കുന്ന യേശുവിനെ ഇന്നത്തെ സുവിശേഷത്തിൽ കാണാം. വചന സന്ദർഭം ഇങ്ങനെയാണ്: യേശു സ്വന്തം നാടായ നസറത്തിലെത്തി. സാബത്ത് ദിവസം സിനഗോഗിൽ വേദഗ്രന്ഥം വായിക്കാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ ഏശയ്യയുടെ പുസ്തകം അവന് നൽകപ്പെട്ടു. ദരിദ്രർക്ക് സുവിശേഷവും, ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ താൻ അയക്കപ്പെട്ടിരിക്കുന്നു എന്ന ഭാഗം വായിച്ചതിനു ശേഷം ആ തിരുവെഴുത്തുകൾ ഇന്ന് നിറവേറിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നതാണ് സുവിശേഷ ഭാഗം. യേശു ഒരു വചനഭാഗം വായിക്കുക മാത്രമായിരുന്നില്ല, അതിനെ തൻ്റെ ജീവിതം കൊണ്ട് പൂർത്തിയാക്കുകയായിരുന്നു. അല്ലെങ്കിൽ താൻ ജീവിക്കേണ്ട ഒരു വേദവാക്യം യേശു തിരഞ്ഞെടുക്കുകയായിരുന്നു എന്ന് പറയാം. വേദവായനയിൽ നിന്നും ജീവിതത്തിൻ്റെ ഉദ്ദേശ്യം തിരിച്ചറിയാൻ യേശുവിനെ പോലെ നമുക്കും കഴിയും. എൻ്റെ ജീവിത സാഹചര്യത്തിൽ ഞാൻ പൂർത്തിയാക്കേണ്ട ദൗത്യം എന്താണെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. കാരണം ആർക്കോ പറ്റിയ തെറ്റുപോലെ ഭൂമിയിൽ വന്നുപെട്ടതല്ലല്ലോ ഞാൻ. നാം ഒക്കെയും ഇവിടെ ഉണ്ടായിരിക്കുന്നത് ചില നിയോഗങ്ങളുമായാണ്. വേദഗ്രന്ഥത്തിലെ ഏതൊക്കെയോ വരികൾക്ക് ജീവൻ നൽകേണ്ടത് ഞാനായിരിക്കും. ദൈവം എൻ്റെ ജീവിതത്തെ പൂർത്തിയാക്കാൻ തന്ന വരി ഏതാണെന്ന് തിരിച്ചറിയണം. എങ്കിലേ എൻ്റെ ജീവിതം കൊണ്ട് എന്തു ചെയ്യണമെന്നാണ് ദൈവം ഇച്ഛിക്കുന്നത് എന്ന് മനസ്സിലാക്കാനാവും. അത് ശില്പം ശില്പിയുടെ മനസ്സറിയാൻ ശ്രമിക്കുന്നത് പോലെയാണ്. അതിനു കഴിഞ്ഞാൽ രൂപാന്തരണ പ്രക്രിയ ശില്പത്തിന് എളുപ്പമായി തീരുമല്ലോ. ശില്പി ഏൽപ്പിക്കുന്ന മുറിവുകൾ തന്നെ ഇല്ലാതാക്കാനുള്ളതല്ലെന്ന് അപ്പോഴാണല്ലോ ആ ശില്പത്തിന് ബോധ്യപ്പെടുന്നത്. ജീവിതത്തിനൊരു നിയോഗമുണ്ടായിരിക്കുക എന്നതിൻ്റെ അർത്ഥം എന്തായിരിക്കും? വലുതായൊരു ഭാരം എടുത്ത് ചുമലിൽ വയ്ക്കലായിരിക്കുമോ അത്? എന്താണെങ്കിലും അതിൻ്റെ സൂചന അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുക എന്നതല്ല, മറിച്ച് എനിക്ക് നൽകപ്പെട്ട സാധ്യതകളെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റം വരുത്തുന്നതിനു വേണ്ടി ഉപയോഗിക്കുക എന്നതാണ്. സുവിശേഷം അറിയിക്കാനും സുഖപ്പെടുത്താനും സ്വതന്ത്രരാക്കാനുമൊക്കെയായി താൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് യേശു പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. അത് നമ്മൾ പൊതുവെ കരുതുന്നത് പോലെ ചിലർക്ക് മാത്രം കഴിയുന്ന കഠിനമായ കാര്യമൊന്നുമല്ല. പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരാൾക്ക് പ്രത്യാശ പകരാൻ കഴിയുമ്പോൾ, എനിക്ക് ആരുമില്ലെന്ന് വിതുമ്പുന്നയാളെ ദൈവമുണ്ടല്ലോ കൂട്ടെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുമ്പോൾ, എല്ലാവരും മാറ്റി നിർത്തിയ ഒരാളെ ചേർത്തു പിടിക്കുമ്പോൾ ഞാൻ സുവിശേഷം പ്രസംഗിക്കുകയാണല്ലോ. ഭയം, ഏകാന്തത, അവിശ്വാസം എന്നിങ്ങനെ എന്തിൻ്റെയൊക്കെയോ ചങ്ങലകളിൽ പെട്ടുപോയവരെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് കഴിയുമല്ലോ. എന്തൊക്കെയോ വഴിതെറ്റിയ ചിന്തകൾ കൊണ്ട് ദൈവത്തിൻ്റെ പ്രകാശം തിരിച്ചറിയാൻ കഴിയാതെ പോയ മനുഷ്യരെ
അതിന് സഹായിക്കുമ്പോൾ ഞാൻ അന്ധന് കാഴ്ച നൽകുകയാണല്ലോ. അങ്ങനെ ദൈവം പരിഹരിക്കുമെന്ന് കരുതി മനുഷ്യൻ കാത്തിരിക്കുന്ന ഇടങ്ങളിൽ ഞാൻ ചെന്ന് നിൽക്കുമ്പോൾ, അവർക്ക് അത് ചെയ്തു കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ നിയോഗമാണല്ലോ ജീവിക്കുന്നത്. അതുകൊണ്ട് സ്വയം ചോദിക്കാവുന്ന ഒരു ചോദ്യം, ഞാൻ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നതാണ്. ദൈവിക നിയോഗം അനുസരിച്ച് ജീവിക്കുക എന്നത് അത്ര എളുതായ സംഗതിയല്ല. യേശു തൻ്റെ നിയോഗം അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അവന് ചുറ്റുമുള്ളവർ അവനെ സംശയിക്കുകയും അവൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യുകയും പരിഹസിക്കുകയും തിരസ്കരിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമുക്കും ഇതൊക്കെ നേരിടേണ്ടി വരും. ഇവർക്കൊന്നും വേണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന ചോദ്യം സ്വയം കേൾക്കേണ്ടി വരും. ഞാൻ ചെയ്യുന്നതിനും പറയുന്നതിനുമൊക്കെ എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് സംശയം തോന്നും. പിന്തുണയ്ക്കുമെന്ന് കരുതിയവർ പോലും കുറ്റപ്പെടുത്തുകയും മാറിപ്പോവുകയും ചെയ്തേക്കാം. എങ്കിലും നമുക്ക് നമ്മുടെ നിയോഗങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ടതുണ്ട്. നിയോഗമെന്നത് ഒരു കാര്യം പരിപൂർണതയോടെ ചെയ്യുക എന്നതിനേക്കാളും അതിൽ നിന്നും പിന്തിരിയാതെ അതിൽ തന്നെ തുടരുക എന്നതാണ്. അപ്പോൾ തോന്നലുകൾക്കനുസരിച്ച് ജീവിക്കുക എന്നതിനേക്കാളും ബോധപൂർവമായ പ്രവൃത്തിയായി ജീവിതം മാറും. അങ്ങനെയാവുമ്പോൾ പറയുന്ന ഓരോ വാക്കും, ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, ഒഴിവാക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മെ നയിക്കുന്ന മൂല്യങ്ങളുടെയും നമ്മുടെ ജീവിത നിയോഗത്തിൻ്റെയും പ്രതിഫലനമായിരിക്കും. എല്ലാറ്റിനേക്കാളും ഉപരിയായി അത് ദൈവത്തിൽ ആശ്രയിച്ചുള്ള ഒരു ജീവിതമായിരിക്കും. യേശുവിൻ്റെ ജീവിതം അത്രമേൽ അഴകുള്ളതായിരിക്കാനുള്ള കാരണം ഇതൊക്കെയാണല്ലോ. ചില ചോദ്യങ്ങൾ ഒരു വീണ്ടും വിചാരത്തിന് സഹായിക്കുമെന്ന് തോന്നുന്നു. ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത്? എൻ്റെ ജീവിതം ദൗത്യബോധം അടിസ്ഥാനമാക്കിയുള്ളതാണോ അതോ തോന്നലുകളാണോ എന്നെ നിയന്ത്രിക്കുന്നത്? ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത് എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എന്തായിരിക്കും ദൈവം എന്നെ ഏൽപ്പിച്ച നിയോഗം? ഞാൻ പാടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന കവിത, ഞാൻ ജീവിക്കണമെന്ന് വേദഗ്രന്ഥം മുന്നോട്ട് വച്ച വരി ഏതായിരിക്കും? പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ ജീവിത നിയോഗം തിരിച്ചറിയാനുള്ള വിവേകവും അതിനുവേണ്ടി ജീവിക്കാനുള്ള ധൈര്യവും എനിക്ക് നൽകണമേ. ആമേൻ. സ്തുതിയായിരിക്കട്ടെ.